നമോ ഭഗവതേ വാസുദേവായ. ഭാഗവത പഠനം ആരംഭിക്കുന്നതിന് മുമ്പ് ആമുഖമായി കുറച്ചു കാര്യങ്ങൾ പറയാം. 12 സ്കന്ധങ്ങളാകുന്ന വമ്പിച്ച കവരങ്ങൾ, 332 അധ്യായങ്ങളാകുന്ന ലളിത കോമള ശാഖകൾ, 18,000 പദ്യങ്ങളാകുന്ന മനോഹര പല്ലവങ്ങൾ എന്നിവയോടുകൂടി പരിലസിക്കുന്ന ശ്രീമദ് ഭാഗവത കൽപ്പവൃക്ഷത്തെ ആശ്രയിക്കുന്നവർ സംസാര ദുഃഖത്തിൽ നിന്ന് നിർമുക്തന്മാരായി ധർമാർത്ഥ കാമമോക്ഷരൂപ സൽബലങ്ങളെ അനായാസേന അനുഭവിച്ച് പരമാനന്ദികളായി ഭവിക്കുമെന്നാണ് മഹാന്മാർ അനുഭവ പരമ്പരയാ തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. സർപ്പദംശമെന്ന ബാഹ്യ കാരണത്താൽ 7-ാം ദിവസം ശരീരം നശിക്കുമെന്നറിഞ്ഞ പരീക്ഷിത്തു മഹാരാജാവിനെ അനുഗ്രഹിച്ച് അമൃതത്തെ നൽകുവാനുണ്ടായ കാരുണ്യത്താൽ ശ്രീ ശുകമഹർഷി അദ്ദേഹത്തെ ഗ്രഹിപ്പിച്ചതായ ഭാഗവതസുതയെ വിശ്വാസപൂർവം പാനം ചെയ്യുന്ന ഏവരും കാലസർപ്പഭീതിയിൽ നിന്ന് നിർമുക്തന്മാരായി നിത്യാനന്ദികളായിരിക്കുമെന്ന് ലോകാനുഗ്രഹ തൽപരനായ ശ്രീ ശുകാചാര്യർ അനുഗ്രഹിച്ചിട്ടുണ്ട്. നൈമിഷാരണ്യത്തിൽ വെച്ച് നടക്കുന്ന സൂത ശൗനക സംവാദത്തിലൂടെയാണ് ഭാഗവതം തുടങ്ങുന്നത്. ഭാരതഖണ്ഡത്തിൽ ഭയങ്കരമായ കലിയുഗം ആരംഭിച്ചിരിക്കയാൽ ജീവൻ അസുരഭാവത്തെ പ്രാപിച്ചിരിക്കുന്നു. അതിനാൽ ബഹുവിധ പാപകർമ്മങ്ങൾ ചെയ്യുന്നു. തന്നിമിത്തം ബാധിക്കുന്ന നാനാവിധങ്ങളായ ക്ലേശങ്ങളാൽ പീഡിക്കപ്പെട്ടിരിക്കുന്ന ജീവനെ അതിൽ നിന്നും വിമോചിപ്പിക്കാൻ ഉപകരിക്കുന്ന ഉത്തമോപായം എന്താണെന്ന് ചോദിക്കുന്ന ശൗനകന് സർവദോഷങ്ങളെ നശിപ്പിക്കുകയും സർവസിദ്ധികളെ സാധിപ്പിക്കുകയും ചെയ്യുവാൻ സമർത്ഥമായ തത്വശാസ്ത്രമാകുന്നു ശ്രീമദ് ഭാഗവതം എന്ന് സൂതൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതിനെ എന്തിനു വേണ്ടി പറഞ്ഞിരിക്കുന്നുവെന്നാൽ കലിയുഗത്തിലുള്ള ജനങ്ങൾക്ക് കാലസ്വരൂപമായ സർപ്പത്തിൻ്റെ മുഖാന്തർഭാഗത്തിൽ പ്രവേശിക്കേണ്ടി വരുന്നതിനാൽ ഉണ്ടാകുന്ന ദുഃഖത്തെ നിശ്ചയമായും നശിപ്പിച്ച് അമൃതത്തെ പ്രദാനം ചെയ്യുവാൻ വേണ്ടി ശ്രീ ശുകമുനിയാൽ കീർത്തിക്കപ്പെട്ട സർവവേദാന്തസാര സിദ്ധാന്തമാകുന്നു ശ്രീമദ് ഭാഗവതം. മനസ്സിനെ പരിശുദ്ധമാക്കാൻ ശ്രീമദ് ഭാഗവത ശാസ്ത്രത്തേക്കാൾ ഉത്കൃഷ്ടമായ അന്യോപായം യാതൊന്നുമില്ല. പൂർവജന്മത്തിൽ പുണ്യം സമ്പാദിച്ചവർക്ക് മാത്രമേ ഭാഗവത കീർത്തന ശ്രവണാധികാരം ലഭിക്കുകയുള്ളൂ. പ്രഥമസ്കന്ധം ഭഗവാന്റെ പാദപത്മങ്ങൾ, ദ്വിതീയസ്കന്ധം മുട്ടുകാലുകൾ, തൃതീയസ്കന്ധം തുടകൾ, ചതുർത്ഥസ്കന്ധം കടിപ്രദേശം, പഞ്ചമസ്കന്ധം നാഭിദേശം, ഷഷ്ഠസ്കന്ധം ഹൃദയം, സപ്തമസ്കന്ധം മാറിടം, അഷ്ടമസ്കന്ധം കണ്ഠം, നവമസ്കന്ധം തോളുകൾ, ദശമസ്കന്ധം മുഖം, അതിൽ നേത്രങ്ങൾ, ശ്രോത്രങ്ങൾ, നാസിക എന്നീ ജ്ഞാനേന്ദ്രിയങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഏകാദശസ്കന്ധം ഉത്തമാംഗമായ ശിരസ്, ദ്വാദശസ്കന്ധം ശിരസ്സിൽ പ്രത്യേകം ബ്രഹ്മസ്ഫൂർത്തി സ്ഥാനമായ ബ്രഹ്മരന്ധ്രം. ഇങ്ങനെ 12 സ്കന്ധങ്ങളടങ്ങിയ ഭാഗവതം ഭഗവാന്റെ പരിപൂർണ സ്വരൂപമെന്നാണ് പുരാണാചാര്യന്മാർ നിശ്ചയിച്ചിരിക്കുന്നത്. ഭാഗവത മാഹാത്മ്യത്തോടെ നാളെ മുതൽ ഭാഗവത പഠനം തുടരാം. ഹരി ഓം.